ഒരൊറ്റ ദിവസം കൊണ്ട് ചെട്ടിനാടൊന്നും കറങ്ങി കാണാൻ പറ്റുമോ? ചെറുതായിട്ട് കാണാൻ പറ്റും. ഞാൻ കാണിച്ചുതരാം. ബായോ. നമ്മൾ ആദ്യം പോയത് കനാട് കാത്താൻ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. അപ്പോൾ ഇവിടെയാണ് ചെട്ടിനാട് പാലസ് അഥവാ കിങ് പാലസ് ഉള്ളത്. പുറത്തുനിന്ന് മിഴിച്ച് നോക്കാനേ പറ്റുള്ളൂ, അകത്തേക്ക് അവർ കയറ്റി വിടൂല. പക്ഷെ അതിന് ചുറ്റുമായിട്ട് അവരുടെ തന്നെ ബ്രദേഴ്സിൻ്റെ വീടുകളുണ്ട്, അതൊക്കെ കണ്ട് നടക്കാൻ പറ്റും. പിന്നെ അവിടെ നിന്നൊരു 10-200 മീറ്റർ അകലെയായിട്ട് നമുക്ക് ലക്ഷ്മി ഹൗസ് ഉണ്ട്. ലക്ഷ്മി ഹൗസിൻ്റെ അകത്തോട്ട് കയറാൻ 50 രൂപ കൊടുക്കണം. കയറുന്നതിന് മുന്നേ ആയിട്ടൊരു ചേച്ചി ഇവിടുത്തെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞുതരും, ഈ വീടിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അതുകൊണ്ട് നമ്മൾ നേരെ പുറത്തിറങ്ങിയപ്പം ലക്ഷ്മി ഹൗസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വേറൊരു വലിയ ചെട്ടിയാർ ഭവനമുണ്ട്. ഇവൻ സ്ട്രീറ്റൊക്കെ ആണെങ്കിൽ തന്നെ കണ്ടോ, ഇതൊക്കെ ഹോട്ടൽസ് ആക്കി മാറ്റിയിട്ടുണ്ട് അവർ. അങ്ങനെ അടിപൊളി ഫുൾ ഭയങ്കര വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ. പിന്നെ നമ്മൾ നേരെ പോയത് VVR ഹൗസിലോട്ടാണ്. കണ്ണാടി വരെ വാതിലുകൊണ്ട് അടച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ എത്ര കണ്ണാടിയാണെന്ന് അറിയോ. ബർമൻ തേക്കൊക്കെ ആയിട്ട് ഭയങ്കര എസ്തറ്റിക്സ് ആണ് ചെട്ടിയാർ ഭവനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എങ്ങനെ നിന്നാലും ഭംഗിയാണ്. നല്ല സാരി കൊടുത്ത് വന്നിരുന്നെങ്കിലല്ലോ പൊളിക്കാൻ പറ്റിയേനെ. പക്ഷേ ഭയങ്കര വിഷമമായിപ്പോയി. അങ്ങനെ അതൊക്കെ കണ്ടു. ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ മാളികപ്പുറം തോന്നുന്നു. എന്താ ഭംഗിയെന്ന് അറിയോ. പിന്നെ നമ്മൾ നേരെ നെല്ലി ഹാൻഡ്ലൂംസിൽ പോയിട്ട് കുറച്ച് നല്ല കണ്ടാങ്കി സാരികളുണ്ട് മേടിച്ചു. പിന്നെ നമ്മൾ പോയത് കാരേക്കൂടിയാണ്. അവിടെ പോയിട്ട് ശ്രീപ്രിയ മെസ്സിൽ നിന്ന് ഒരു ചെട്ടിനാട് സദ്യയൊക്കെ കഴിച്ചു. ഭയങ്കര ഫ്ലേവറാട്ടോ, ഒന്നും പറയാനില്ല. എന്താ ടേസ്റ്റ് എന്നറിയോ. പിന്നെ അവസാനം പോയത് ആത്തൻകുടി പാലസിലാണ്. ആത്തൻകുടി പാലസ് അകത്ത് കണ്ട് കയറി. എല്ലായിടത്തും കയറാൻ 50 രൂപയായിട്ട് ഫീ. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ.